കിച്ചുവിനോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് സിദ്ധു ഫോൺ വിളിക്കാൻ മുകളിലേക്ക് ഒറ്റയ്ക്ക് കയറിപ്പോകുന്നുണ്ടെന്ന് അവി അവസരം പാഴാക്കാതെ അവന്റെ പിന്നാലെ പോയി. സിദ്ധു വീട്ടിലേക്ക് വിളിച്ച് ഫോൺ വെച്ച് തിരിഞ്ഞ് മുന്നിൽ അവിയെ കണ്ട് ഞെട്ടി. മനുഷ്യനെ പേടിപ്പിക്കാൻ നോക്കുന്നോ? അവൻ അവളെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അവനെ നോക്കി വെറുതെ വിളിച്ചു കാണിച്ചു. അവൻ പോകാൻ നിന്നു. അവൾ എന്റെ മുന്നിൽ കയറി നിന്നു. എന്താ മാറികെ, എനിക്ക് പോകണം. സിദ്ധു ഒറ്റപ്പിരിക്കാൻ പൊക്കി നോക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല, നമ്മുടെ കാര്യത്തിൽ വല്ല നീക്കുപോക്കുണ്ടോന്ന് അറിയാൻ. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്. തീരുമാനമാകുമ്പോൾ പറയട്ടോ. ഇപ്പൊ മോള് ചെല്ലാൻ നോക്ക്. സിദ്ധു അവളെ ആക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല, സാറിന്റെ കാര്യം സർക്കാർ ഓഫീസ് ഒരുപോലെയാ. ചെരുപ്പ് തേണവരെ കയറിയില്ലെങ്കിൽ കാര്യം നടക്കൂല. അതാ ആ വിളിച്ചുകൊണ്ട് പറയുന്നിട്ടത് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. അവൻ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും ചുമരിൽ ചാരിന്നുകൊണ്ട് രണ്ടുപേരെയും നോക്കുന്ന കാശിയാണ് കണ്ടത്. അവന്റെ മുഖത്തെ വോൾട്ടേജ് കുറഞ്ഞ് പവർ കട്ടായി. അവയും തിരിഞ്ഞു നോക്കിയപ്പോൾ കാശിയെ കണ്ട് എങ്ങോട്ട് ഓടണമെന്ന് അറിയാതെയായി. പിന്നെ ഇന്ന് വരട്ടെ നേരി അവിടെ തന്നെ നിന്നു. എന്താണ് രണ്ടിനും കൂടി ഒരു ചുറ്റികളി? കുറച്ചായി ഞാൻ ശ്രദ്ധിക്കുന്നു. അത് ഏട്ടൻ, ഞാൻ നിനക്കെന്താടി വിക്കുണ്ടോ? അവി തപ്പി തടയുന്ന കേട്ട് കാശി ചോദിച്ചു. അത് എനിക്ക് സിദ്ധുവേട്ടനെ ഇഷ്ടമാണ്. വെറും ഇഷ്ടമല്ല, ഭയങ്കര ഇഷ്ടമാണ്. പ്രായത്തിന്റെ കുഴപ്പമാണ്, ഇത് കുന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറൂല. ഞാൻ ഇങ്ങനെ കൊണ്ടേ പോകും. പിന്നെ മുട്ടേന്ന് വിരിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊന്നും പറയണ്ട. ഏട്ടൻ ഈ പ്രായത്തന്നെ ഏട്ടത്തിയുടെ പിന്നാലെ നടന്ന്. അപ്പോൾ ഏട്ടൻ ഞങ്ങൾ അനുഗ്രഹിച്ച് കല്യാണം നടത്തി തരണം. എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കും. ഓക്കെ, ബൈ ബൈ, സി യു. അവി ഒറ്റ ശാസ്ത്രം അതും പറഞ്ഞ ഒറ്റ ഓട്ടമായിരുന്നു. കാശി സിദ്ധു ഇതെന്തിന്റെ കുഞ്ഞാ എന്ന ഭാഗത്തിൽ അവിടെ പോക്ക് നോക്കി നിന്നു. പിന്നെ സിദ്ധു മേലെ മുങ്ങാൻ നോക്കിയതും കാശി അവനെ വിളിച്ചു. സിദ്ധു, അവിടെ നിന്ന് എന്ന് നിനക്ക് വേറെ തിരക്കുണ്ടോ പോവാൻ? കാശി അവന്റെ തോളിലൂടെ കൈയിട്ട് ചോദിച്ചു. ഏയ്, അവൻ ചുമൽ കൂച്ചിക്കൊണ്ട് പറഞ്ഞു. ചെക്കന് ചെറിയ പേടി ഇല്ലാതില്ല. നിനക്ക് അവളെ ഇഷ്ടമാണോ? കാശി ചോദിച്ചതിന് എന്ത് മറുപടി എന്നറിയാതെ അവൻ നിന്നു. നീ ചോദിച്ചു കേട്ടില്ലേ ഇഷ്ടല്ലേന്ന്? കാശി കടുപ്പിച്ച് ചോദിച്ചു. അവൻ അല്ലേം തലയാട്ടി. അല്ലേ? അവന്റെ ദേഷ്യം കണ്ടു സിദ്ധു വേഗം ആണെന്ന് തലയാട്ടി. വാ തുറന്ന് പറയടാ. ആണ്. ആണെങ്കിൽ മോനാദി ഈ കുട്ടികളെയൊക്കെ മാറ്റി വെച്ച് പക്വതയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുക. മടി പിടിക്കാതെ ഇന്ന് ഓഫീസിൽ വന്നോളൂ കേട്ടല്ലോ. പിന്നെ അവിടെ പഠിത്തം കഴിഞ്ഞ് വീട്ടിൽ വന്ന് പെണ്ണാലോചിച്ചോ? ഞാൻ നോക്കട്ടെ, അപ്പോഴേക്കും നിന്നെ എൻ്റെ കുഞ്ഞളിയനാക്കാൻ പറ്റുമോന്ന്. അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് കാശി നടന്നുപോയി. പിന്നെ തിരിഞ്ഞു നോക്കി അവനോട് പറഞ്ഞു. പിന്നെ അധികം ചുറ്റികളൊന്നും വേണ്ട കേട്ടോ കേട്ടല്ലോ. അവൻ കാശിയെ നോക്കി തലയാട്ടി. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന ഭാവമായിരുന്നു അപ്പോൾ അവന്. അവി ഓടിപ്പോയെങ്കിലും അവർ തമ്മിൽ എന്തായിരിക്കും സംസാരിച്ചിട്ടുണ്ടാകുന്നറിയാൻ അവൾ തിരികെ വന്ന് പതുങ്ങി നിന്നിരുന്നു. കാശി പോയതേണ്ടത് അവി ഓടി വന്ന് സിദ്ധുവിന്റെ കവിളിൽ ഉമ്മയും വെച്ച് ലവ് യു എന്ന് പറഞ്ഞ് താഴേക്ക് ഓടി. സിദ്ധു കവിളിൽ കൈയും വെച്ച് കുറച്ചു നേരത്തേക്ക് അങ്ങനെ നിന്നു. സന്ധ്യയായപ്പോൾ കാശിയുടെ അച്ഛനും അമ്മയ്ക്ക് കിച്ചുവിനെ കാണാൻ വന്നു. ഈ സമയമൊക്കെ അവി കാശിയുടെ കയ്യിൽപ്പെടാതെ നടക്കുമായിരുന്നു. ഏട്ടൻ്റെ നേരത്തെ പറഞ്ഞതിന് നല്ലത് കിട്ടുമെന്ന് പേടിയില്ലാതില്ല. അത് കൂട്ടാനെന്ന പോലെ കാശി കാണുമ്പോൾ അവളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. ഇറങ്ങാൻ നേരം വൈഷുവും കിച്ചുവും കണ്ണുകൾ കൊണ്ട് യാത്ര പറഞ്ഞു. അവി കാശിയെ പേടിച്ച് അമ്മയുടെ അച്ഛൻ്റെ കൂടെ കയറി. വീട്ടിലെത്തിയതും എല്ലാവരും ക്ഷീണം കാരണം കിടക്കാൻ പോയി. കാശി ബെഡിൽ നിന്ന് മാളു കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടിയഴിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു. അവൾ ബാത്റൂമിലേക്ക് കയറാൻ പോയത് കാശി അവൾ വിളിച്ചു. എന്താ കാശിയേട്ടാ? നീ എവിടെ പോവാ? കാശി അവളുടെ അടുത്തേക്ക് കിടന്നോട് ചോദിച്ചു. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. അതിനി ബാത്റൂമിലൊക്കെ പോകണം, ഇവിടുന്ന് ചെയ്തൂടെ? അവൻ കള്ളശ്ശേരിയോട് ചോദിച്ചു. അയ്യടാ, മോൻ്റെ മനസ്സിലിപ്പോൾ കൊള്ളാലോ. മനസ്സിലൊക്കെ പലതും ഉണ്ട്. നീ കൂടി മനസ്സ് വെച്ചാൽ നമ്മുടെ മുടങ്ങിപ്പോയ ഫസ്റ്റ് നൈറ്റിൽ നിന്ന് നടത്താം. ആണോ? എന്നാലേ എനിക്ക് അത്ര വലിയ മനസ്സില്ല. ആശാൻ ചെന്നാട്ടെ, മാളു അവനെ തള്ളിക്കൊണ്ട് പറഞ്ഞു. നീ എന്തൊരു ദുഷ്ടിയാണി. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയായി, എന്നിട്ടും ഞാനിപ്പോഴും കന്യകൻ തന്നെ. അതിപ്പോൾ എൻ്റെ കുറ്റാണോ? ഡേയ്, പിന്നെ ഞാൻ എന്താ നിന്നെ കയറി പിടിക്കണമായിരുന്നോ? വേണേലൊരു കൈ നോക്കാട്ടോ. കാശി അവളുടെ കയ്യിൽ പിടിച്ച് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ കണ്ണു താഴ്ത്തി. കാശിയുടെ ചുണ്ടുകൾ അവളുടെ കൈവിരലുകളിൽ പതിഞ്ഞതും അവൾ മറുകൈ ഡ്രസ്സിൽ ചുരുട്ടി പിടിച്ച് ആ ചുംബനം പതിയെ കഴുത്തിലൂടെ ഇഴഞ്ഞു കയറി അവളുടെ അധരങ്ങളിൽ എത്തി നിന്നു. ചുംബന തീവ്രതയിൽ അവളുടെ കൈകൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. കാശി അവളുടെ ചുണ്ടിനെ തൻ്റേതിൽ നിന്ന് വേർപ്പെടുത്താതെ അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞു. അവൻ്റെ കൈകൾ അനുസരണക്കേട് കാണിക്കുമ്പോഴും ഉടയാടകൾ തന്നിൽ നിന്ന് അകലുമ്പോഴും അവൾ അവൻ്റെ പ്രണയത്തിൽ വിവശയായിരുന്നു. ശരീരങ്ങൾ ചൂടുപിടിക്കുമ്പോഴും വിയർത്തൊഴുകി തളർന്ന് വീഴുമ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഇരുവരും. കാശി മൃദുവായി അവളുടെ ചുണ്ടിൽ ചുണ്ട് ചേർത്ത് ആ കഴുത്തിൽ മുഖം പൂഴ്ത്തി അവളെ പൊതിഞ്ഞ് പിടിച്ചു. അവൾ അവനെ പുണർന്നുകൊണ്ട് ആ രാത്രി മയങ്ങി. കിച്ചുവിന് 2 ആഴ്ച കൂടി റെസ്റ്റ് വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ റാമിൻ്റെ കാര്യം 2 ആഴ്ചത്തേക്ക് നീട്ടിവെച്ച്. ഇതിനിടയിൽ വൈഷുവിൻ്റെയും കിച്ചുവിൻ്റെ അച്ഛന്മാർ പരസ്പരം കണ്ട് സംസാരിച്ച് അവരുടെ കാര്യം ഏകദേശം സെറ്റാക്കിയിട്ടുണ്ട്. ഒരിക്കൽ സിദ്ധു അവിയാക്കും കൂടെ പുറത്തു പോയിരുന്നു. കോളേജിൽ നിന്നിറങ്ങിയപ്പോൾ കണ്ടത് അവരെ കാത്തിരിക്കുന്ന സിദ്ധുവിനെയായിരുന്നു. അവനൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ രണ്ടും കൂടെ അതൊരു ഔട്ടിങ്ങാക്കി മാറ്റി. അന്ന് സിദ്ധു അവൻ്റെ മനസ്സും അവൾക്ക് മുമ്പിൽ തുറന്നു. അവൻ തൻ്റെ പ്രണയം മനസ്സിലാക്കിയെന്ന് അവൾക്ക് ഒരുപാട് സന്തോഷം നൽകി. ഒപ്പം മക്കൂനും ഇനി മുതൽ പൈസ ഊറ്റാൻ ഒരാൾ കൂടി ആയല്ലോ.
ഇരുട്ട് നിറഞ്ഞ ആ ഗോഡൌണിന്റെ ഒരു വശത്തായി ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. മറുവശത്തായി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരിടത്തിരിക്കുകയാണ് റാം. മദ്യക്കുപ്പികൾ അവിടെ ഇവിടെയായി ചിതറി കിടപ്പുണ്ട്. കയ്യിലൊരു ബിയറിന്റെ ബോട്ടിൽ. അപ്പോഴാണ് റാമിന്റെ സുഹൃത്ത് സാഹിൽ അങ്ങോട്ട് വന്നത്. അവനെ കണ്ടതും റാം നിവർന്നിരുന്നുകൊണ്ട് അവനോടായി ചോദിച്ചു, എന്തായി പോയ കാര്യങ്ങൾ? നമ്മൾ വിചാരിച്ച പോലെ കണ്ടല്ല, അവന്മാരെല്ലാം വീണ്ടും ഒന്നായി. നിന്നെ അവരും പോലീസൊക്കെ രാപ്പകില്ലാതെ അന്വേഷിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. നാറികള്. അവനൊന്നും എന്തായാലും ഇവിടെ എത്താൻ കഴിയില്ല. പക്ഷെ എത്ര കാലം എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ. നീ എന്നാ പോയി പോലീസിന് കീഴടങ്ങും. ഇപ്പൊ എന്തായാലും കൊട്ടേഷൻ കൊടുത്തന്നല്ലേ ഉള്ളൂ. അപ്പൊ പെട്ടെന്ന് ഊരിപ്പോരാലോ. ഇല്ലടാ, ഇപ്പൊ ഞാൻ കീഴടങ്ങിയ ആ കാശ് ഇതുവരെ ചെയ്തൽ എൻ്റെ തലയിൽ കൊണ്ടുവെക്കും. അവൻ്റെ കയ്യിൽ എന്തൊക്കെയോ തെളിവുകളുണ്ട്. അതുകൊണ്ട് ഇപ്പം പോയി കീഴടങ്ങിയ അത് ബുദ്ധിമോശമായി പോകും. അപ്പം ഇനി എന്ത് ചെയ്യാനാ പ്ലാന്? കുറച്ച് നാൾ കൂടി എവിടെയെങ്കിലും മറിഞ്ഞിരുന്നേ പറ്റൂ. ആ ഡ്രഗ്സിൻ്റെ കേസ് എങ്ങനെ തലയിലായ കുടുംബടക്കം വിൽക്കേണ്ടി വരും, കോമ്പൻസേഷൻ എന്ന് പറഞ്ഞു. ഇപ്പം അതൊരു ചെറിയ കേസായിട്ട് അങ്ങ് ഒതുങ്ങി തീരട്ടെ. സാഹിൽ അതിന് തലവിളിക്ക് സമ്മതിച്ചു. എന്നാളിയാ ഞാൻ അറിയട്ടെ, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. താങ്ക്സ് ഡാ. എല്ലാവരും ഇങ്ങനെ പ്രശ്നം വന്ന പെട്ടേച്ച് പോയെങ്കിലും നീ എൻ്റെ കൂടെ നിന്നില്ലേ. താങ്ക്സ്. റാം സാഹിലിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്നാണ് കിച്ചുവിൻ്റെ തലയിലെ മുറിവിൻ്റെ സ്റ്റിച്ച് എടുക്കാൻ പോകുന്ന ദിവസം. കിച്ചുവിൻ്റെ കൂടെ കാശിയും സ്ത്രീയും മാളും വൈശുമാണ് പോകുന്നത്. എല്ലാവരും കൂടി ഒരു കാറിലാണ് പോകുന്നത്. ഫ്രണ്ടിൽ കാശിയും കിച്ചുവും, ബാക്കിൽ സ്ത്രീയും മാളും വൈശുവും എന്നിങ്ങനെയാണ് ഇരിക്കുന്നത്. കാറിൽ കയറി മുതൽ റിയർ വ്യൂ മിററിലൂടെ കാശിയുടെ കണ്ണുകൾ മാളുവിനെ നോക്കിക്കൊണ്ടിരുന്നു. ഒപ്പം ചുണ്ടിൽ ഒളിപ്പിച്ച ഒരു കള്ളച്ചിരി. മാളുവിന് അവരെ നോക്കാൻ തന്നെ പ്രയാസം തോന്നി. അവൾ പരമാവധി അവൻ്റെ ഭാഗത്തേക്ക് നോക്കാതിരിക്കാൻ ശ്രമിച്ചു. എങ്കിലും അറിയാതെ തന്നെ കണ്ണുകൾ അവനെ തേടിക്കൊണ്ടിരുന്നു. കിച്ചുവിന് വൈഷുവിനോട് അധികം സംസാരിക്കാനുണ്ട്. പക്ഷെ ഒന്നും പറയാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല. വൈഷു. ഒടുവിൽ അവൻ എങ്ങനെയോ വിളിച്ചു. കാശിയും മാളും അവരുടെ ലോകത്തായിരുന്നതിന് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾ അവനെ എന്താന്നുള്ള രീതിയിൽ നോക്കി. അത് പിന്നെ എന്താണ്, എന്തെങ്കിലും വേണോ? അവരുടെ ഇടയിൽ തലയിട്ടുകൊണ്ട് സ്ത്രീ ചോദിച്ചു. ഒപ്പം മുഖത്തിൽ വളിച്ച് ചിരി. കിച്ചു സ്ത്രീയെ കണ്ണിരുട്ടി നോക്കി. എന്നിട്ട് അവന് മാത്രം കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു, വേണ്ട, അധികം സംസാരം വേണ്ട. കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ, കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് മോനോട് മര്യാദക്കിരിക്കുക. എന്ത് വേണം എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോരെ, ഞാനിവിടെ ഇരിക്കുമല്ലേ. ഒന്നീ. കിച്ചു അവൻ നോക്കി വിളിച്ചു പോയി. എന്നിട്ട് തിരിഞ്ഞിരുന്നു. എനിക്കും ഒരു അവസരം, നീ കാത്തിരുന്നോ? കിച്ചു തിരിഞ്ഞിരിക്കുന്നതിൽ പറഞ്ഞു. ഇവരെന്താ ഈ സംസാരിക്കുന്ന മനസ്സിലാവാതിരുന്ന വൈഷുവിനെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് സ്ത്രീ നേരെയിരുന്നു. അപ്പോഴാണ് അവൻ കാശിയെയും മാളുവിനെയും ശ്രദ്ധിക്കുന്നു. പട്ടികൾ, ഞാനൊരു സിംഗിൾ പേഴ്സൺ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന ബോധമില്ലാത്ത അലവലാദികൾ. സ്ത്രീ അവർ നോക്കിയെന്ന് ആകെ ചുമച്ച്. എവിടെ, രണ്ടും അറിയുന്നുകൂടെ ഇല്ല. സ്ത്രീ അന്നേരം തന്നെ കാശിയുടെ മുതുകത്ത് നല്ലൊരു അടിവെച്ച് കൊടുത്തു. കാശിയും ഒപ്പം മാളും ഞെട്ടി സ്ത്രീയെ നോക്കി. അതെ, ഇവിടെ നിങ്ങൾ മാത്രമല്ല, ഒരു പ്രായപൂർത്തിയായ യുവാവ് ഇടപെടുന്ന എല്ലാവരും ഓർക്കണം. ഒരു സിംഗിളായി ജീവിക്കുന്നതിന്റെ വേദന ആർക്കും മനസ്സിലാവില്ല. ഇല്ലാത്ത കണ്ണീര് തുടച്ചുകൊണ്ടാവൻ പറഞ്ഞു. സ്ത്രീയുടെ ഡയലോഗിൽ രണ്ടുപേരും ചമ്മിപ്പോയതിനാൽ പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനേ പോയില്ല. ഹാവു, എന്തൊരു ആശ്വാസം. നാല് വഴിക്ക് ഇരിക്കുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് സ്ത്രീ. ഇപ്പോൾ ഒരു മനസ്സുഖം. സ്ത്രീയുടെ ആത്മ. അങ്ങനെ അവരുടെ കാർ ഹോസ്പിറ്റലിലെത്തി. അവർ ടോക്കൺ എടുത്ത് പുറത്ത് വെയിറ്റ് ചെയ്തു. കിച്ചുവും വൈഷുമാണ് ഡോക്ടറെ കാണാൻ കയറിയത്. സ്റ്റിച്ച് എടുക്കുന്ന സമയത്തും കിച്ചുവിൻ്റെ കൂടെ വൈഷു ആയിരുന്നു ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ പുറത്ത് വെയിറ്റ് ചെയ്തു. പുറത്തേക്കുമ്പോഴാണ് സ്ത്രീയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ഹലോ, എന്തായി? ഓ, സ്ത്രീ അപ്പോഴേക്കും അവിടുന്ന് കുറച്ച് മാറിയിരുന്നു. കാശിയെ ശ്രദ്ധിച്ചിരുന്നു. സ്ത്രീ ഫോൺ വെച്ച് കഴിഞ്ഞ് കാശിയുടെ അടുത്തോട്ടാണ് വന്നത്. അവർ പരസ്പരം എന്തൊക്കെയോ സംസാരിച്ച്. അപ്പൊ ഇന്ന് തന്നെ അവന്റെ കണക്ക് അങ്ങ് തീർത്തേക്കാം അല്ലേ? അന്നേരമാണ് കിച്ചും വൈഷുവും പുറത്തേക്ക് ഇറങ്ങിയത്. സ്ത്രീയും കാശി അവരുടെ അടുത്തേക്ക് ചെന്നു. മാളു അവരുടെ അടുത്ത് വന്നു. മാളു, നീ വൈഷുവിനും കൂടി വീട്ടിലേക്ക് പോകും. അപ്പൊ നിങ്ങളോ? ഞങ്ങൾക്ക് ഓഫീസ് വരെ ഒന്ന് പോകണം. ആ, എന്നാൽ ഞങ്ങൾ ഓഫീസിലേക്ക് വരാം. നമുക്ക് ഒരുമിച്ച് പോകാം വീട്ടിലോട്ട്. ഏയ്, അത് വേണ്ട, ഞങ്ങൾക്ക് ഓഫീസിൽ 1-2 പേര് കാണാൻ കൂടിയുണ്ട്. മാളു കാശിയെ സംശയത്തോടെ നോക്കി. അത് കണ്ടതും, ആൽവീടും ദേവിൻ്റെയും കൂടെ ഒന്ന് കൂടാനൊരു ദിവസത്തേക്കല്ലേ, നിങ്ങളെ കൂട്ടിക്കൊണ്ടാൽ സിദ്ധിപ്പ് വരും. കാശി അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും മാളുവിന് അത്ര വിശ്വാസമായിരുന്നില്ല. എങ്കിലും പിന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. കുറച്ച് കഴിഞ്ഞതും സിദ്ധു കാറുമായി വന്നു. അവനവർ രണ്ടുപേരെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഡാ, നമ്മളിത് എങ്ങോട്ടാ? കിച്ചു. നമുക്കൊരു കടം ബാക്കിയില്ലേ സൈക്കോ? റാം. ആ പേരെടുത്ത് കിച്ചുവിൻ്റെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു. അവൻ ഒളിവിലല്ലേ ഇപ്പോൾ? അവൻ എവിടാന്നൊക്കെ നമുക്കറിയാം. നമുക്കവൻ അങ്ങോട്ട് പോയി തന്നെ കണ്ട് വേണ്ടത് എന്താന്ന് വെച്ചാൽ കൊടുത്തേക്കാം. എന്താ? കാശി കിച്ചുവിന് തോൾക്കൈയിട്ടോട് ചോദിച്ചു. അവർ 3 പേരും കാറിൽ കയറി വണ്ടിയെടുത്തു. റാം അവിടെ നിന്ന് മയങ്ങിക്കിടക്കുമ്പോഴാണ് സാഹിൽ ഓടി അവിടേക്ക് വരുന്നത്. അവൻ വന്ന് റാമിനെ കുലുക്കി വിളിച്ചു. റാം പതിയെ എണീറ്റിരുന്നു. എന്താടാ, എന്തു പറ്റി? അവൻ്റെ അപ്പളങ്ങട്ട് റാം ചോദിച്ചു. എത്ര പേര് ഇവിടെ നിന്ന് ഇറങ്ങണം? എന്തു പറ്റി? ഈ സ്ഥലം അവന്മാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവന്മാർ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കാം. നമുക്ക് എത്ര പേര് ഇവിടുന്ന് മാറണം? ഛേ! റാം അവിടെ നിന്ന് കസേര ചവിട്ടി തെറിപ്പിച്ചു. ഇനി എങ്ങോട്ട് പോകും? ഈ സ്ഥലം അവന്മാരെങ്ങനെ കണ്ടുപിടിച്ചു? എങ്ങനെ കണ്ടുപിടിച്ചൊന്നും അറിയില്ല. ഞാൻ അവന്മാരെ വാശി ആളെ വിട്ടിരുന്നു.
അവരെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ആമാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കാന്ന്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറി എൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ട്. തൽക്കാലം നമുക്ക് അവിടെ നിൽക്കാം. അവിടെ ഇപ്പോൾ ആരും താമസമില്ല. അധികം ആൾ താമസമില്ലാത്ത ഏരിയയാണ്. ആ എന്നാ വാ നമുക്ക് വേഗം പോവാം. റാം സാഹിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി സാഹിൽ പറഞ്ഞ സ്ഥലത്തേക്ക് പോയി. സാഹിലിന്റെ കാർ ഒരു ഇരുനില വീടിന് മുമ്പിൽ കൊണ്ട് നിർത്തി. അവൻ പറഞ്ഞ പോലെ തന്നെ അധികം ആൾ താമസമില്ലാത്ത ഏരിയ തന്നെയായിരുന്നു അത്. അവർ രണ്ടുപേരും വേഗം തന്നെ കാർ പാർക്ക് ചെയ്ത് വീട്ടിലേക്ക് കയറി. സാഹിൽ അപ്പം തന്നെ വാതിൽ ലോക്ക് ചെയ്തു. റാം അവിടെ ഇരുന്ന് ഒരു സെറ്റിലേക്ക് ഇരുന്ന് ആശ്വാസത്തോടെ ശ്വാസം വലിച്ചു വിട്ടു. സാഹിൽ അവിടുന്ന് ചുറ്റും നോക്കി. എന്തോ ശബ്ദം കേൾക്കുന്ന പോലെ. പെട്ടെന്നാണ് പുറത്തുനിന്ന് ആരോ വാതിൽ കൊട്ടിയത്. അത് കേട്ടത് സാഹിലും റാം ഒരുമിച്ച് വാതിൽക്കിലേക്ക് നോക്കി. ഒപ്പം അടുക്കള ഭാഗത്തുനിന്ന് ഒന്ന് രണ്ട് കാൽപ്പെരുമാറ്റം അവരുടെ അടുത്തേക്ക് നടന്നെടുക്കുന്ന പോലെ തോന്നി. ഭയത്താൽ റാമിന്റെ ചെന്നിയിൽ നിന്ന് വിയർപ്പ് ഒഴുകിയിറങ്ങി. സാഹിൽ വാതിൽക്കേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടേയിരുന്നു. റാം പേടിയോടെ ചുറ്റി നോക്കിക്കൊണ്ട് സാഹിലിനെ വിളിച്ചു. ഡാ ഇത് അവന്മാരാരിലാവോ? പേടിക്കാറാം, ഞാൻ നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചില ഏർപ്പാടാക്കിയിരുന്നു. ചിലപ്പോൾ അവരാവും. സാഹിൽ പറഞ്ഞിരുന്നു. പുറത്തുനിന്ന് ശബ്ദമൊന്നും കേൾക്കാതെയായി. ഒപ്പം അടുക്കള ഭാഗത്തു നിന്നുള്ള കാലച്ചയെ നിലച്ച്. റാം ആശ്വാസത്തോടെ നെറ്റിയിലെ വിയർപ്പ് തുടച്ചു. വീണ്ടും ആ കാലടികൾ അടുത്തു വന്ന് റാം ആ ഭാഗത്തേക്ക് സൂക്ഷിച്ച് നോക്കി. ആ ഭാഗത്ത് ഇരുട്ട് വരുന്ന കാരണം അവൻ ആളുകൾ തിരിച്ചറിയാൻ സാധിച്ചില്ല. ആ ഞാൻ പറഞ്ഞ ആളുകളൊന്നുമല്ല, കറക്റ്റ് ടൈമിലാണല്ലോ. സാഹിൽ അതും പറഞ്ഞ് എഴുന്നേറ്റ് പോയി സ്വിച്ച് ഓൺ ചെയ്തു. ആ വീട് ആകമാനം പ്രകാശപൂരിതമായി. മുന്നിലുള്ള രൂപങ്ങൾ തിരിച്ചറിഞ്ഞ പോലെ ഞെട്ടിക്കൊണ്ട് റാം രണ്ട് ചൂട് പിന്നിലേക്ക് വെച്ചു. ശ്രീദീപ്, വിശ്വദേവ്, ആൽവിൻ. റാമിന്റെ ഭാവമാറ്റം കണ്ടത് സാഹിൽ അവന്റെ അടുത്തേക്ക് ചെന്നു. എന്തുപറ്റി റാം? ഇവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ. പുതിയ ടീമാ നിന്റെ പ്രൊട്ടക്ഷന് വേണ്ടി. സാഹിൽ പറയുന്ന കേട്ടോ റാം ക്രുദ്ധനായി അവരെ നോക്കി. എടാ ഇത് മറ്റവരാ, കാശിയുടെയും കിച്ചുവിന്റെയും ഫ്രണ്ട്സ്. റാം പല്ലിയടിച്ചുകൊണ്ട് അവർ മറുപടി കൊടുത്തു. അപ്പോഴേക്കും അവർ രണ്ടുപേരും സെറ്റിലേക്ക് ഇരുന്നിരുന്നു. ആൽവി കയ്യിൽ നിന്ന് കടല വായിലേക്ക് ലക്ഷ്യം വെച്ച് വായുവിലേക്ക് എറിഞ്ഞു. അത് കൈക്കലാക്കി അവർ നോക്കി ചിരിച്ചുകൊണ്ട് അവൻ ആ പുതിയ ദേവന് പാസ് ചെയ്തു. എന്തായാലും ഇന്ന് ഇവിടെ ഷോ നടക്കും. പോപ്കോൺ കിട്ടിയില്ല, അപ്പൊ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച്. ഒരടിപൊളി സീൻ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചവക്കാനൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരേനക്കേടാന്നേ. ആൽവി റാമിനെ നോക്കി ചിരിയോടെ പറഞ്ഞു. അവൻ അവരെ നോക്കി കൽപ്പിച്ചു. റാമിന് അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അവൻ സാഹിലിനെ നോക്കിയപ്പോൾ അവനൊന്നും മനസ്സിലാവാതെ അവർ രണ്ടുപേരെയും മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നു. റാം പെട്ടെന്ന് തന്നെ അവരുടെ കണ്ണുവെട്ടിച്ച് മുൻവശത്ത് ഡോറിന് നേരെ ഓടി. പക്ഷേ ഡോർ തുറക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല.